അഡ്വക്കേറ്റ് ടി എസ് ഉല്ലാസ് ബാബു, ഞാൻ ഈ ജനൻ ഡിബേറ്റിന് കീഴിൽ വരുന്ന കമന്റുകളൊന്ന് വായിച്ചു നോക്കുകയായിരുന്നു. അതിൽ വളരെ രസകരമായ ഒരു കമന്റ് ഉണ്ട്. സ്റ്റേഷൻ ഓഫീസർക്ക് മുകളിലാണ് ബ്രാഞ്ച് സെക്രട്ടറി, അതിൽ തന്നെ ഇല്ലേ എല്ലാം. അതിൽ ഞാൻ ഇതിനകത്ത് ഒരു കാര്യം പറയാം. ജോർജ് ജോസഫ് അദ്ദേഹം അതിനകത്ത് ഉള്ളത് കൊണ്ട് അത് പോളിഷായിട്ട് തന്നെ അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കുള്ളൂ. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കും. നമ്മൾ ഇതിനകത്തൊരു രാഷ്ട്രീയം കാണണം, BJP രാഷ്ട്രീയം കാണണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ എവിടെയാണ് ഒരു ജോലി, പോലീസ് സേനയിൽ ഒരു ജോലി കിട്ടുന്ന സമയത്ത് അവരുടെ ട്രെയിനിങ് അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞു വരുന്ന സമയത്ത് ഇതേപോലെ മാനസിക സമ്മർദ്ദവും അതുപോലെ തന്നെ തൊഴിൽ കൂടുതലും ചെയ്യേണ്ടി വരുമെന്നും അവരുടെ ഉത്തരവാദിത്വം എന്താണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ട് തന്നെയാണ് ഇവരെല്ലാവരും ജോലിക്ക് വരുന്നത്. സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ജോർജ് ജോസഫ് സാർ അത് അംഗീകരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ക്രിമിനൽ കേസുകളിൽ 1-5 കൂടുതൽ ആളുകൾ, 5 കേസുകളിൽ കൂടുതലുള്ള ക്രിമിനൽ കേസുകളുള്ള പോലീസുകാരെ ഒന്ന് തൃശ്ശൂർ മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. പച്ചവെളിച്ചം പോലെയുള്ള മറ്റ് സംവിധാനങ്ങൾ പോകുന്ന ഗ്രൂപ്പ് സിസ്റ്റം കൊണ്ടുവന്നത് ഈ പോലീസ് സംവിധാനത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ പാർട്ടി ഓഫീസിൽ നിന്ന് വിളിച്ചു പറയുന്നത് അനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായി FIR ഇടുന്ന സിസ്റ്റം ഇവിടെ ഇല്ലാതെ ജോർജ് ജോസഫ് പറയാൻ പറ്റുമോ? പാർട്ടി ഓഫീസിൽ നിന്ന് ഇന്ന സെക്ഷൻ ഇട്ടാൽ മതി. ഇപ്പൊ ഏറ്റവും ചുരുക്കം കാര്യമാണ്, അടി ഉണ്ടായി 326 ഇടണ്ട, 323 ഇട്ട് അങ്ങ് അവസാനിപ്പിച്ചേക്ക് എന്ന് പറയുമ്പോൾ അതനുസരിച്ച് റാൻമൂളികളായി നിൽക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് പോലീസ് സംവിധാനം വന്നിട്ടുണ്ട്. ഇല്ല എന്നൊന്നും നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. മാനസിക സമ്മർദ്ദങ്ങൾ അടക്കമുള്ള, തൊഴിലിന്റെ സമയം കൂടുതലടക്കമുള്ള, മറ്റ് പ്രയാസങ്ങൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ തൊഴിലിന്റെ ഒരു പ്രത്യേകത അതാണ്. ഈ തൊഴിലിന്റെ പ്രത്യേകത നാടിന്റെ നിയമവാഴ്ച കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു വിഭാഗമായത് കൊണ്ട് തന്നെ അതിനകത്ത് അതീവ ശ്രദ്ധയും അതീവ സമയവും കൂടുതൽ ഇതിൽ കൊടുക്കേണ്ടി വരും. സ്വാഭാവികമായിട്ട് ഈ ജോലിയുടെ കാര്യം അങ്ങനെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ നുണ പറയണതല്ലല്ലോ. പത്രത്താളുകൾ എടുത്തു നോക്കൂ നിങ്ങൾ. ഒരു ദിവസം പത്രം എടുത്താൽ അച്ഛൻ അമ്മയെ കൊല്ലുന്നു, അമ്മ അച്ഛനെ കൊല്ലുന്നു, കാമുകൻ കാമുകിയെ കൊല്ലുന്നു, വിഷം ചേർത്ത് കൊടുക്കുന്നു, ഇങ്ങനെ കൊലപാതകങ്ങൾ, ബഹളങ്ങൾ. അപ്പോ എന്താണ് നേരത്തെ ജയരാജ് സാർ പറഞ്ഞത്? ക്രിമിനൽ ആക്ടിവിറ്റീസ് കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നു. അവിടെയാണ് സാർ നമ്മുടെ ചോദ്യം. ക്രിമിനൽ ആക്ടിവിറ്റികൾ കൂടുതൽ ഉണ്ടാകുന്ന സംസ്ഥാനമായിട്ട് അതിന്റെ വിളനിലമായി കേരളം മാറുന്നത് എന്തുകൊണ്ടാണ്? ഭരിക്കുന്ന സർക്കാരുകൾ, അത് ഇടതുപക്ഷമായിക്കോട്ടെ വലതുപക്ഷമായിക്കോട്ടെ മൂന്നാം മുന്നണി ആയിക്കോട്ടെ, ഭരിക്കുന്ന സർക്കാരുകളുടെ കഴിവുകേടുകളാണ് അവർക്ക് താഴെയുള്ള ലോ ആൻഡ് ഓർഡർ സംരക്ഷിക്കപ്പെടേണ്ട വിഭാഗത്തെ കൃത്യമായി പ്ലേസ് ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാക്കുന്നവരെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനത്തെ കൃത്യമായി ലൈനപ്പ് ചെയ്യേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. അവിടെ സർക്കാർ പരാജയപ്പെടുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഈ ബാബു വഴിഞ്ഞാടി അവരുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടത്തുന്നു, മറ്റവര് വഴിഞ്ഞാടി അവരുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടത്തുന്നു. അങ്ങനെ വരുമ്പോ ഇവിടെ ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് സാധാരണക്കാർ മാറുന്നു എന്നുള്ളതാണ്. ഒരു സാധാരണക്കാരനെ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു സാധാരണക്കാരൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന സമയത്ത് ഒരു നീതിയുമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യണം? ഇമ്മീഡിയറ്റ് ആളുകൾ എന്താ ചെയ്യണം? പാർട്ടി ഓഫീസിൽ നിന്ന് വിളിച്ചു പറയിപ്പിക്കുക. പാർട്ടി ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ അവന് നീതിയുണ്ട്. ഏത് ഭരിക്കുന്ന വർഗത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്? ഇത് ഇന്നും നിലം തുടങ്ങിയതൊന്നല്ല. ഭരിക്കുന്നവരുടെ ചട്ടുകങ്ങളായി മനസ്സിനെ പണയം വെക്കുന്ന ശൈലിയിലേക്ക് പോലീസ് ഓഫീസർമാർ മാറിയ അന്നു മുതൽ തുടങ്ങി കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിലെ സൂത്രപ്പണികൾ. അവിടെയാണ് പ്രശ്നം. ഒരു ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ നിന്ന് ഒരു പോലീസിനെ പിടിച്ച് എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഓരോന്നെടുക്കാം. മദ്യപിച്ചും മദ്യത്തിന് അടിമപ്പെട്ടും നിൽക്കുന്ന ഓഫീസർമാർ കുറവാണോ ഈ സേനയിൽ? എല്ലാ മേഖലയിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കൃത്യമായിട്ടുള്ള സിസ്റ്റം നടപ്പിലാക്കാൻ പ്രാപ്തിയില്ലാത്ത ഭരണകൂടത്തിന്റെ അവസ്ഥ കൊണ്ടാണ് ഈ സിസ്റ്റം ഇങ്ങനെ നശിക്കുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായമുള്ളത്.